ഒടുവിൽ അർജുൻ ആയങ്കിയുടെ ഒളിവിലെ വെല്ലുവിളി അവസാനിപ്പിച്ച് പോലീസ്. ഒളിവിൽ വട്ടം കറക്കിയ ആയങ്കി നാടകീയതകൾക്കൊടുവിൽ പുലർച്ചെ കണ്ണൂർ സ്ക്വാഡിന്റെ വലയിലായി. കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നാണ് ആയങ്കിയെ പോലീസ് പിടികൂടിയത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്നും ആയങ്കി രക്ഷപ്പെട്ട ഓട്ടോ ഡ്രൈവറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ആയങ്കിയുടെ അനുഭവം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിനിമാ തിരക്കഥയെ വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് നിരന്തരം വെല്ലുവിളികൾ ഉയർത്തി ഒളിവിൽ കറങ്ങിയ അർജുൻ ആയങ്കി പിടിയിലാകുന്നത്. എറണാകുളത്ത് തുടങ്ങി പാലിയേക്കര കടന്ന് തളിപ്പറമ്പും ചുടലയും ചുറ്റി താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുലർച്ചെ 2:15 പോലീസ് അർജുനെ തൂക്കി. തളിപ്പറമ്പിൽ ബാറിനോട് ചേർന്ന ലോഡ്ജിൽ എല്ലാം സുരക്ഷിതമാണെന്ന് ആയങ്കി കരുതി. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ ഒളിത്താവളത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചുവെന്ന വിവരം ആയങ്കിക്ക് കിട്ടി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ലോഡ്ജ് വിട്ടിറങ്ങി. സുരക്ഷിതമായ അടുത്ത താവളം തേടി ലോഡ്ജിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ പയ്യന്നൂർ ഭാഗത്തേക്ക്. പോലീസ് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത മുൻനിർത്തി സ്വന്തം ഫോൺ പോലും ഉപേക്ഷിച്ചായിരുന്നു യാത്ര. യാത്രാമധ്യേ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തിനോട് കാറുമായി എത്താൻ ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ ചുടലയിൽ വെച്ച സുഹൃത്തിന്റെ ചുവന്ന കാറിലേക്ക് മാറിക്കയറി. പക്ഷേ സുരക്ഷിതമെന്ന് കരുതിയ ആ ഒരു ഫോൺ കോൾ അർജുനെ വലയിലാക്കി. സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. അതായിരുന്നു കേസിന്റെ ടേണിംഗ് പോയിന്റ്. ഓട്ടോ ഡ്രൈവർ നൽകിയ സൂചനയും കാറിന്റെ സഞ്ചാരപാതയിലെ CCTV ദൃശ്യങ്ങളും പിന്തുടർന്ന് പോലീസ് അതിവേഗം നീങ്ങി. ഒടുവിൽ അന്വേഷണം ചെന്നെത്തിയത് കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ. ഉച്ചയ്ക്ക് 2:45 ചുവന്ന കാറിൽ അപ്പാർട്ട്മെന്റിലേക്ക് അർജുൻ കയറിപ്പോകുന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പിച്ചു. പിന്നീട് പുറത്തേക്ക് പോയിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു. പോലീസ് പഴുതില്ലാതെ വലവിരിച്ചു. പുലർച്ചെ 1:15 ടൗൺ CI കൈലാസ്നാഥും സംഘവും അപ്പാർട്ട്മെന്റിലെത്തി. പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ പ്ലാൻ ഇത്തവണ കൃത്യമായിരുന്നു. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എല്ലാവരുടെയും കമ്പൈൻഡ് എഫർട്ടായിരുന്നു. എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫർട്ടായിരുന്നു. ADG ലോ ആൻഡ് ഓർഡർ വിജയൻ സാറിൻ്റെ ലീഡർഷിപ്പിൽ രാവിലെ മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആല് വെല്ലുവിളിച്ചു ഞങ്ങൾ. പിടികൂടി ടൗൺ സ്റ്റേഷനിലെത്തിച്ച അർജുൻ ആയങ്കി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷവും സർക്കാരിനോടുള്ള പരിഹാസവും പോലീസിനുള്ള വിമർശനവും ആവർത്തിച്ചു. എന്റെ ജീവൻ നശിപ്പിച്ച ആളായതുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുന്നത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമെന്ന് ADGP P. വിജയൻ പ്രതികരിച്ചു. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നു. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ലെന്നും എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ആയങ്കിയുടെ അനുഭവം ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോതമംഗലത്തിന് സമീപം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി സംഘം ചേർന്നെന്ന സംശയത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അർജുൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഭീഷണി തുടർന്നിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.